ഇരിക്കൂർ കുട്ടാവ് പുതിയ ഭഗവതി ക്ഷേത്രം. ക്ഷേത്രസന്നിധിയിൽ ഇത്രയും അധികം ഭക്ത സഹൃദയന്മാർ ഈ സന്ധ്യയിൽ, ഈ സംക്രമ സന്ധ്യയിൽ സമ്മേളിച്ചത് കാണുമ്പോൾ തന്നെ അതൊരു ധന്യതയാണ്. ശ്ലോകത്തിൽ നിന്നൊരു ശ്ലോകമാണ് ഉണ്ടായത്. അതാണ് രാമായണത്തിന്റെ ആരംഭം. അശ്രുവാൽ കടൽ തീർത്തോരാതിമക വിപാടി എന്നാണ്. അശ്രു കൊണ്ട്, കണ്ണീര് കൊണ്ടൊരു പെരും കടൽ ഉണ്ടാക്കിയ കവിയാണ് വാൽമീകി. കാട്ടാളനായ ഞാൻ, രത്നാകരൻ എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത്. കാട്ടാളനായിരുന്നു. ആദ്യം നല്ല ജീവിതമായിരുന്നു. പിന്നീട് അദ്ദേഹം കാട്ടാളത്തിലേക്ക് പോയി കൊള്ളയടിക്കാൻ തുടങ്ങി, കവർച്ച ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് സപ്തർഷിമാര്, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, വസിഷ്ഠൻ തുടങ്ങിയിട്ടുള്ള മഹർഷിമാർ വരുമ്പോൾ അവരെ കൊള്ളയടിക്കാൻ ശ്രമിച്ചു. കൊള്ളയടിക്കാൻ ശ്രമിച്ചപ്പോൾ അവരെ പറഞ്ഞു, നീ എന്തിനാണ് കൊള്ളയടിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യമാരും മക്കളുമുണ്ട്. ഒരു ഭാര്യയല്ല, കുറേ ഭാര്യമാരുണ്ട്, മക്കളുണ്ട്. അവരെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും പ്രധാനമാണ് നിത്യ നൈമിത്തികമായിട്ടുള്ള കാര്യങ്ങൾ. ഭക്ഷണം കഴിക്കണം, വസ്ത്രം വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനു വേണ്ടിയാണ് ഞാൻ കൊള്ളയടിക്കുന്നത്. നിങ്ങളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരൂ. അപ്പൊ അവര് പറഞ്ഞു, നീ കൊള്ളയടിച്ചിട്ട് നിന്റെ ഭാര്യയെയും മക്കളെയും സംരക്ഷിച്ചാൽ അവര് നിന്റെ ഈ പാപകർമ്മങ്ങൾ, നീ ചെയ്തതിന്റെ ഫലങ്ങളൊക്കെ അവരും അല്പസ്വല്പം പകുത്തു വാങ്ങുമോ? പോയി ചോദിച്ചിട്ട് വാങ്ങും. അപ്പോ കാട്ടാളൻ പോയി ഭാര്യമാരോടും മക്കളോടൊക്കെ ചോദിച്ചു. അവര് ഒറ്റയടിക്ക് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, ഒരിക്കലുമില്ല. നിങ്ങൾ തരുന്ന ഭക്ഷണം ഞങ്ങൾ കഴിക്കും, നിങ്ങൾ തരുന്ന വസ്ത്രങ്ങൾ ഞങ്ങൾ സ്വീകരിക്കും, തുണിയൊക്കെ സ്വീകരിക്കും, മറ്റു കാര്യങ്ങൾ സ്വീകരിക്കും. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അവനവൻ തന്നെ അനുഭവിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് വലിയ നിരാശ തോന്നി. ഞാൻ ഇത്രയും സാഹസികമായിട്ട് ഇവയൊക്കെ പോറ്റിയിട്ട് എന്താ കാര്യം? തിരിച്ചുപോയി. അപ്പോ മഹർഷിമാർ പറഞ്ഞു, നീ നിരാശപ്പെടേണ്ടതില്ല, ആർക്കും നിരാശപ്പെടേണ്ടതില്ല. നമ്മുടെ തത്വചിന്തയിൽ, നമ്മുടെ ശാസ്ത്രത്തിൽ, നമ്മുടെ രാമായണത്തില്, ഇതിഹാസങ്ങളിലൊക്കെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ നിരാശ കൊള്ളാൻ പാടില്ല. നിരാശ വരുമ്പോഴാണ് മനുഷ്യർക്ക് ജീവിതത്തോടുള്ള മടുപ്പുണ്ടാകുന്നത്. അപ്പോൾ നിരാശ പാടില്ല. നിരാശ ഒരു മതമേ അല്ല എന്നാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത്. നിരാശ എന്ന് പറഞ്ഞത് പാടില്ല. അതിന് നേരെ എതിരായിട്ടുള്ള പ്രത്യാശയാണ് മതം. നിരാശ ഒരു മതമേ അല്ല. നിരാശ വരുമ്പോഴാണ് നമുക്ക് ക്രോധവും ദുഃഖവും മറ്റുള്ളവ ഉണ്ടാകുന്നത്. അപ്പോ അങ്ങനെ വാൽമീകി കാട്ടാളൻ രാമരാമ എന്ന രണ്ടക്ഷരം രാമമന്ത്രം ജപിച്ചു എന്നും അദ്ദേഹം കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹം ഒരു ഋഷിയായി മാറിയെന്നും, അങ്ങനെയാണ് അദ്ദേഹം പിന്നീട് രാമായണം എഴുതാൻ ഇടവന്നതാണ് രാമായണത്തിന്റെ ആദ്യത്തെ കഥ.